എപ്പൊ നോക്കിയാലും കളി തന്നെ കളി. നിന്നെയൊക്കെ എന്നാത്തിനാ ചോറ് തന്ന് വളർത്തുന്നത്? ചോറെന്ന് പറയാതെ ഗോതമ്പ് തന്നാ വളർത്തുന്നത്. വടക്കേതിലെ ആ മേരിപ്പെണ്ണിനെ ഒന്ന് കണ്ടു പഠിക്ക്. നിന്റെ പ്രായവാ. വെള്ളം കോരും, മുറ്റമടിക്കും, പശുവിനെ കറക്കും, കറിക്കരിയും എന്ന് വേണ്ട സകലതും ചെയ്യും. ഇവിടെ ഉണ്ട് രണ്ടെണ്ണം. പോത്തുപോലെ തിന്നാൻ മാത്രം അറിയാം. അതൊക്കെ അങ്ങനെ കിടക്കും. തമിഴ്നാട്ടിലെ ജലലിത് നാട് ഭരിക്കുന്നില്ലേ? അമ്മച്ചിയുടെ പ്രായം. പിള്ളേരെ പോയിരുന്നു പഠിക്ക്. അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ, ഞാൻ ചോദ്യം ചോദിക്കാം. ആദ്യം മലയാളം തന്നെ ചോദിക്കാം. വാ ഉപയോഗിച്ച് ഒരു വാക്ക് പറയണം. ഞാൻ പറയാം. ചക്ക. എടാ മണ്ട, വാ കൊണ്ടൊരു വാക്ക് പറയാനാ ഞാൻ പറഞ്ഞത്. ചക്ക എന്ന് പറഞ്ഞത് വാ കൊണ്ടല്ലാതെ പിന്നെ മൂക്ക് കൊണ്ടാണോ? ഈ താറാമോട്ടയ്ക്കകത്ത് കല്ല് കടിക്കുന്നല്ലോടി. നെല്ലില്ലാത്തത് കൊണ്ടേ താറാവിനിപ്പോ റേഷനറിയാ കൊടുക്കുന്നത്. ഈ പഴത്തിന്റെ പകുതി മുഴുവൻ എലി കരണ്ടു. തിന്നാനിരിക്കുമ്പോഴേ ഓരോ കുറ്റങ്ങൾ ഇരുന്ന് പറഞ്ഞാ പോരാ. നീ കണ്ടില്ലേ അവിടെ 10 എലി തുറന്നിട്ടിരിക്കുന്നത്? അതൊന്നും അടച്ചു വെക്കാൻ ഒറ്റ എണ്ണത്തിന് തോന്നണമല്ലോ. എടിയേ, ഞാൻ കോടതിയിലേക്ക് പോണു. കണ്ടില്ലേ, ഇതിലെയാ എലി കയറുന്നത്. ഈ എലി ശല്യത്തിനൊരു പോംവഴി ഉണ്ടോന്നൊന്ന് നോക്കിക്കേ. നിന്നെയൊക്കെ കൊണ്ട് അതേലും കഴിയുമെന്നൊന്ന് നോക്കട്ടെ. ഇതൊക്കെ പിള്ളേരുടെ ജോലിയാ. എലിയല്ല, പുലിയാണെന്ന് വെച്ചാലെന്നാ? ഇത് ഞങ്ങള് പുഷ്പം പോലെ ശരിയാക്കി തരാം. രണ്ടാളിന്റെ പണിയുണ്ട്. ഉച്ചയ്ക്കൊരു പൂവൻകോഴിയെ കൊന്ന് കറി വെച്ചേക്കണം കേട്ടോ അമ്മച്ചിയെ. കൊറേ നേരമായല്ലോ രണ്ടും കൂടി തട്ടുമുട്ടും തുടങ്ങിയിട്ട്. ഇതേവരെ തീർന്നില്ലേടാ? തീർന്നമ്മച്ചി, കാണണമെങ്കിൽ ഇങ്ങോട്ട് വാ. കർത്താവേ, അവിടെ പിന്നെയും കുത്തിത്തൊളച്ചോ? നിന്നോട് അത് അടയ്ക്കാനല്ലേടാ പറഞ്ഞത്? അത് അമ്മച്ചി തികച്ചും ശാസ്ത്രീയമായ ഒരു സമീപനമാണ്. പത്തായത്തിനകത്ത് കയറിയ എലിയെ പിടിക്കാൻ വേണ്ടി പൂച്ചയ്ക്കും ഈ ദ്വാരത്തിലൂടെ ഇപ്പോൾ കയറാൻ കഴിയും. പിന്നെ പൂച്ച എങ്ങനെയാടാ അതിനകത്തുനിന്ന് ഇറക്കി വിടുന്നത്? അതൊക്കെ വളരെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്തിട്ടുണ്ട് അമ്മച്ചി. ഈ ചെറിയ ദ്വാരത്തിലൂടെ പൂച്ച കയറി എലിയെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ ഈ ദ്വാരത്തിലൂടെ പട്ടിയെ കയറ്റും. അപ്പൊ പൂച്ച അപ്പുറത്തെ ദ്വാരത്തിൽ കൂടി ചാടിപ്പോയിക്കോളൂ. എങ്ങനെയുണ്ട് അമ്മച്ചി?